തലസ്ഥാന നഗരത്തിന്റെ നിലവിലെ സ്ഥിതി മോശമെന്ന ഹൈക്കോടതി. നഗരത്തിന്റെ എല്ലാ ഭാഗത്തും മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയാണെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് പരിശോധിച്ച കോടതി സ്ഥിതി ദയനീയമെന്നും കുറ്റപ്പെടുത്തി. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ക്രിമിനൽ ശിക്ഷാ നടപടിയടക്കം സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. ആമയിഴഞ്ചാൻ തോട്ടിലെയും തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നം പഠിച്ച അമിക്കസ് ക്യൂറി നഗരഭാഗങ്ങളിലെല്ലാം മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ട് പരിശോധിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തലസ്ഥാന നഗരം മോശം സ്ഥിതിയിലെന്ന് വിലയിരുത്തുകയായിരുന്നു. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പരിശോധിച്ച കോടതി ദയനീയമെന്നും കുറ്റപ്പെടുത്തി. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ പിഴയടക്കമുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കും. ആമയിഴഞ്ചാൻ പൂർണ്ണമായി ശുചീകരിക്കുന്നതിനുള്ള പദ്ധതി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കി വരികയാണ്. ട്രാഷ് ബൂമുകൾ എല്ലാ ദിവസവും വൃത്തിയാക്കും. തോടിന്റെ വിവിധ ഭാഗങ്ങളിൽ AI ക്യാമറകൾ സ്ഥാപിക്കും. കനാലുകളുടെ വേലികൾ പൊളിഞ്ഞു കിടക്കുന്നത് ഉടൻ ശരിയാക്കാൻ നിർദ്ദേശം നൽകിയെന്നും തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഓൺലൈനായി ഹാജരായിക്കൊണ്ട് ഹൈക്കോടതി അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിൽ നടപടികൾ ഓരോന്നായി പരിശോധിക്കുമെന്ന് തദ്ദേശ സെക്രട്ടറിയോട് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷന് നേരെയും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വിമർശനം ഉണ്ടായി. റോഡുകളിലെ മാലിന്യം കൊച്ചി കോർപ്പറേഷൻ നീക്കം ചെയ്യുന്നതായി തോന്നുന്നില്ലെന്ന് പറഞ്ഞ കോടതി ദിനംപ്രതി റോഡുകളിലെ മാലിന്യം കൂടി വരുന്നതായും ദയനീയ സ്ഥിതിയാണെന്നും കുറ്റപ്പെടുത്തി. ജനം, കൊച്ചി.